ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു മൂടി കെട്ടിയൊരു അന്തരീക്ഷം രാവിലെ. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട്, കുറച്ച് ദിവസം കൊണ്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഒരു നോസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് കേട്ടോ. അതൊന്ന് ഉണ്ടാക്കി കഴിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചു 2 ദിവസം ജോലിക്ക് പോകേണ്ട വീട്ടിലുണ്ട്, അപ്പോൾ ഇന്നങ്ങ് ആ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആക്കിയാലോ. എന്തായാലും ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആസ്വദിച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമാണ്. നമ്മൾ പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇതുണ്ടാക്കണം കഴിക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. വീട്ടിൽ നിൽക്കുന്ന ദിവസം ഞാനിത് ഉണ്ടാക്കുമെന്നും വിചാരിച്ചതാണ്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയാം. നമുക്ക് വീട്ടിലോട്ട് പോയാലോ? വാ. നല്ല ചൂട് കഞ്ഞിയും കപ്പ പുഴുങ്ങിയതും കാന്താരി മുളക് വെച്ച് അരച്ച ചമ്മന്തിയും ഒരു കഷ്ണം നാരങ്ങ അച്ചാറും. ആഹാ, അടിപൊളിയല്ലേ! നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ? ഇത് നമ്മുടെ വീട്ടിലെ തന്നെ കാന്താരിയാണ് കേട്ടോ. ചെറിയ കാന്താരിയല്ല, വലിയ കാന്താരി. ഭയങ്കര എരിയുമാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? എനിക്കാണെങ്കിൽ എൻ്റെ നാവിൽ വെള്ളം ഊർന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പയും ആ ചമ്മന്തി ഉടച്ചതൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കണം. എന്നിട്ട് ആ എരിവോടെ ചൂട് കഞ്ഞി കോരി കുടിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കഴിച്ചാലോ? അപ്പം കപ്പ എടുത്ത് ഞാൻ കുറച്ച് ചമ്മന്തി എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ കാന്താരി മുളകായിട്ട് നല്ല എരിവാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം കൊച്ചുള്ളിയും കാന്താരി മുളകും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഈ എരിവോട് കൂടി തന്നെ നമുക്ക് ചൂട് കഞ്ഞിയും കൂടെ കുടിക്കാം. ഇന്ന് നമ്മൾ അപ്പവും ഇഡലിയും ദോശയും ഇടിയപ്പമൊക്കെ അല്ലേ കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ്. നാരങ്ങ അച്ചാറിലൊന്നും വെക്കണം. എനിക്ക് പണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ആഹാരത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു നോസ്റ്റാൾജി എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. നമ്മളിപ്പോൾ കഴിക്കുമ്പം നമ്മുടെ കുട്ടികൾക്കൊന്നും അത് ഇപ്പം അത്ര ദഹിക്കത്തില്ല. പണ്ടത്തെയൊക്കെ ആ ഒരു പ്രഭാത ഭക്ഷണ രീതിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? കപ്പ പുഴുങ്ങാൻ തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് കഞ്ഞി കുടിക്കാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര എരിവാണ് കാന്താരി മുളക് അതിന് കേട്ടോ. കുറേ സ്ഥലത്ത് കഴിക്കുവാണെങ്കിൽ അത്ര എരിവില്ല. ഇവിടെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുഴുക്കൊക്കെ പുഴുങ്ങുമ്പോഴേ അവന് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്കത്ര ഇഷ്ടമല്ല, അണ്ണനും ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ കഴിക്കണ്ടേ? നിങ്ങളൊക്കെ മൂക്കിൽ കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഇടയ്ക്ക് ഇതുപോലെ സ്വസ്ഥമായിട്ട് വീട്ടിൽ നിൽക്കുന്ന ദിവസം ഇതുപോലെയൊക്കെയുള്ള ഫുഡ് കഴിക്കണം കേട്ടോ. എല്ലാവരും ഒക്കെ കഴിക്കുമായിരിക്കും, ഇത് നല്ലപ്പോഴുള്ള സംഭവമൊന്നും അല്ല. നമുക്ക് ഇനി ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ലഞ്ച് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, ടാറ്റാ.